ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു സ്റ്റോറി പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഞാനൊരു 9 മാസങ്ങൾക്ക് മുമ്പ് 13 വർഷങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതായത് എൻ്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്തായിരുന്നു എന്ന് അറിയിക്കാൻ എന്നല്ല, അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അത് എന്താ പറയുക, നല്ല രീതിയിൽ അതിന് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. എന്താ പറയുക, ഒത്തിരി സന്തോഷം നിറഞ്ഞിട്ടുള്ള കമൻസ് എനിക്ക് ആ സമയത്ത് ഒത്തിരി കിട്ടിയിരുന്നു. എന്തുകൊണ്ട് ഈ പ്രൊഫഷൻ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ എന്തിനാണ് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുണ്ടായിരുന്നിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു, എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഞാൻ ചെയ്ത പ്രൊജക്റ്റ് മീൻസ് എന്താ പറയുക, മോഡലിംഗ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ ആൽബംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് പഴയ ആൽബംസൊക്കെ കണ്ടിട്ട് ചേച്ചി ഇതിൽ ചെയ്തിരുന്നില്ലേ, ഇന്നത് ചെയ്തിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. 9 മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ചെയ്യാം എന്ന് ആ സമയത്ത് തീരുമാനിച്ചിരുന്നു. ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതുമാണ്. പക്ഷേ എന്തോ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നീണ്ട് ഇതാ ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയാ തുടങ്ങുക? ഞാൻ +2 പഠിക്കുന്ന ഒരു ടൈം, അതായത് 2007 ജനുവരി, അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് ഞാൻ പറയാം കേട്ടോ. 2007 ജനുവരി 1 അന്നാണ് ഞാൻ എൻ്റെ +2 സ്കൂളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുന്നു പറഞ്ഞാൽ എന്നെ ഇറക്കി വിട്ടതാണ്. അതായത് അതിനു മുൻപ് ഞാനൊരു 10th പഠിക്കുമ്പോൾ എന്താ പറയുക, സ്കൂളിൽ ഒരു ആനുവൽ ഡേ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ ആ ടൈമിൽ സ്കൂളിൽ എന്താ പറയുക, പുറത്തുനിന്ന് സാറന്മാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്നിട്ട് നമുക്ക് അവരെ ഡാൻസും പരിപാടികളൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റേജിൽ കയറ്റുന്നത്. അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, അന്നും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആ സമയത്ത് സോമശേഖരൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഡാൻസ് മാസ്റ്ററാണ്, അദ്ദേഹം വന്നു ഡാൻസ് പഠിപ്പിക്കുന്നു. എന്നെയല്ല, എൻ്റെ അനിയത്തിനെയാണ് കേട്ടോ, ഷാമിലി. ഞങ്ങൾ 3 പിള്ളേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേച്ചിയും അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്, ആലുവ സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെയാണ് ഞങ്ങളുടെ 3 പേരുടെയും 10th വരെ പഠിച്ചത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സോമശേഖരൻ എന്ന് പറഞ്ഞിട്ട് സാർ വന്നിട്ട് ഡാൻസ് പഠിപ്പിക്കുകയാണ് അനിയത്തിനെ. അപ്പോൾ അവർ കുറച്ച് പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ അനിയത്തിയായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ആണ് സാറ് എങ്ങനെയോ ആ സാറിന് സിനിമ സീരിയൽ രംഗത്ത് ഒരു പിടിപാടുള്ളൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ എന്തോ ഒരു സംസാരത്തിനിടയിൽ, ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലോ അങ്ങനെ എന്തോ ഗ്യാപ്പിലാണ് അനിയത്തി സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ ചേച്ചിക്ക് ഒരവസരം കൊടുക്കാൻ പറ്റുമോ, എൻ്റെ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ചേച്ചിക്ക് ഒരു അവസരം കൊടുക്കുമോ എന്നാണ് അവൾ ചോദിച്ചത്. അവൾക്ക് അവസരം കിട്ടുമെന്നല്ല, എനിക്ക് അവസരം തരുമോ എന്നാണ് അവൾ ചോദിച്ചത്. അപ്പോൾ ആരാണ് ചേച്ചി, എന്താണ് ചേച്ചി, ചേച്ചിയുടെ ഫോട്ടോ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിനു മുൻപേ എന്തോ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടി എടുത്തു വെച്ചിരുന്നൊരു ഫോട്ടോ ആണ്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അവൾ സാറിനെ കാണിക്കുകയാണ്. അപ്പോൾ സാറിനോട് കൊള്ളാലോ, നല്ല കുട്ടിയാണല്ലോ, നല്ല ഫോട്ടോജനിക്കാണ് എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി എവിടാ എന്ന് ചോദിച്ചു. ചേച്ചി ഇവിടെ തന്നെയുണ്ട്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചേച്ചീനെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് നേരിൽ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വേഗം വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നു, സാറിനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു, കൊള്ളാം, നല്ല കുട്ടിയാണ് കേട്ടോ, ഫോട്ടോജനിക്കാണ്, നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു. സാറ് ഫോട്ടോ വാങ്ങി കയ്യിൽ വയ്ക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് നോ അറിവ് ഒന്നുമില്ല. കുറച്ച് നാളത്തേക്കെന്നല്ല, അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കൊല്ലം കേട്ടോ. ആ സമയത്തേക്ക് അങ്ങ് പോയി. അതിനുശേഷമാണ് സാറ് വഴി തന്നെയാണ് എനിക്ക് ആൽബമൊക്കെ ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നത്. ആദ്യ സമയത്തൊക്കെ കേട്ടോ, സ്റ്റാർട്ടിങ് ടൈമിൽ സാറ് തന്നെ ഓരോരോ ഡിവോഷണൽ ആൽബംസും അങ്ങനെയൊക്കെ എനിക്ക് കുഞ്ഞായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് തന്നു. പിന്നീട് ഞാൻ
സമയം കുറേ കടന്നു പോയി. ഞാൻ +2-ലായി, +1 10th കഴിഞ്ഞു. ആ സമയത്ത് വളരെയധികം നന്നായി കേട്ടോ. എന്താ പറയുക, ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് അവൾ ഫോട്ടോ ഒക്കെ കൊണ്ടേ കാണിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ 10th +2 ഒക്കെ ഞാൻ കുളം കലക്കി കളഞ്ഞേരെ, സത്യം പറയാം. അതുകൊണ്ട് ആ സമയത്തൊന്നും വന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റി, നല്ല മാർക്കോടി പാസ്സാവാനും പറ്റി കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമാണ് ആ സമയത്ത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളൊന്നുമില്ല, പഠനം മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ചെയ്തു. പിന്നീട് +1-ന് പഠിക്കുന്ന ടൈമിലൊക്കെയാണ് തോന്നുന്നു ചെറിയ അവസരങ്ങളൊക്കെ. അതെ, +1-ന് പഠിക്കുന്ന സമയത്താണ് കുഞ്ഞു എന്താ പറയുക, ഡിവോഷണൽ ആൽബംസൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അവസരങ്ങൾ സാർ തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു +2-ലേക്ക് കടന്നു. +2 ഈ പറഞ്ഞ ഒരു ഡിസംബർ ടൈമിലാണ് ഞാൻ തിരുവനന്തപുരത്ത്, സാറിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് കേട്ടോ, തിരുവനന്തപുരത്ത് വെള്ളരിപ്രാവുകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ തിരുവനന്തപുരത്തായിരുന്നു. വേറെ അതിൻ്റെ ഡയറക്ടറുടെ പേരോ കാര്യങ്ങളോ പറയാത്തത് ഞാൻ അതിനൊന്നും ആ സമയത്ത് അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് ചിലരുടെ പേരുകളൊക്കെ ഞാൻ മറന്നു പോകുന്നത്. പക്ഷേ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ചില ലൊക്കേഷൻസൊക്കെ എവിടെയാണെന്ന് പോലും ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടാവില്ല. അത് ഞാനതിനെ സീരിയസ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ്, അല്ലാതെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, സീരിയസ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളെ ഞാൻ വിട്ടുപോകുന്നത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഒരു സീരിയലിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ഏകദേശം ഒരു 3 ദിവസവും 4 ദിവസവും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ +2 ആണെന്ന് ഓർക്കണം. അപ്പോൾ +2 ടൈമിൽ ഏകദേശം ഫൈനൽ എക്സാമിൻ്റെ ടൈമിലാണ്. അപ്പോൾ ഡിസംബർ ടൈം. അപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ മാർച്ചിൽ നമുക്ക് ഫൈനൽ എക്സാം നടക്കുന്ന സമയമാണ്. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് വന്നു. തിരിച്ച് ക്ലാസ്സിൽ സാധാരണ പോലെ വന്നു. എന്താ പറയുക, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ബാഗ് നോക്കി സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ ചെന്നാൽ നേരെ നമ്മൾ ക്ലാസ്സിലേക്കല്ലേ കയറുക. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, സാറ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഷർമിള നിന്നെ ബൈജു സാർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിനെ കണ്ടിട്ട് നീ ക്ലാസ്സിൽ കയറാവുന്ന എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞു, എന്താണാവോ ബൈജു സാർ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുട്ടിടിക്കുവേ. അത്ര പേടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ബൈജു എന്ന് പറഞ്ഞാൽ, ബൈജു സാർ 8 അടി പൊക്കമൊക്കെ ഉണ്ട്. 8 അടി എന്ന് പറഞ്ഞത് അതിശക്തിയായിട്ട് പറയുന്നതാണ്. ഏകദേശം ഒരു 6-6 അടി പൊക്കമുണ്ട് സാറിന്. നമ്മൾ പറയുമ്പോൾ 8 അടി പൊക്കമുള്ള സാറെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ സാറ് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസി ആയിരുന്നു. ഞാൻ കൊമേഴ്സ് ആയിരുന്നു +2-ന്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് അക്കൗണ്ടൻസി പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ബൈജു സാറ്. സാറിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കിട്ടിക്കിട്ടാന്ന് മുട്ട് വരയ്ക്കുന്ന ഒരു സാറാണ്. അത്ര പേടിയായിരുന്നു എല്ലാ കുട്ടികൾക്കും. അപ്പോൾ സാറ് കാണുന്നതൊക്കെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ചങ്കിടിക്കാൻ തുടങ്ങി, ദൈവമേ എന്തിനാണാവോ എന്നൊക്കെ. അത് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് സാറിനെ കാണുമ്പോൾ സാർ എന്നോട് ചോദിച്ച ചോദ്യം, ഷർമിള ഇനി വരണ്ട എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറേ എന്താ സാറേ, ഷർമിള എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിൽ. അപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ എന്താവശ്യത്തിന് പോകണം എന്താണെന്നുള്ള കാര്യം. പക്ഷെ എങ്ങനെയോ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും സംഭവമൊക്കെ ലീക്കായി. ഞാൻ അഭിനയിക്കാൻ പോയതാണ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ലീക്കായി കേട്ടോ. അപ്പം എനിക്ക് ഷർമിള എവിടെ പോയതാണെന്ന് ചോദിച്ചു സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് എനിക്കൊരു ഇങ്ങനെ ഒരു സീരിയലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. സാർ സീരിയലൊക്കെ അഭിനയിച്ച് നടക്കേണ്ട സമയമാണോ ഇത്, ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സാറിനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞേട്ടാ. എന്തുദ്ദേശത്തിലാണ് ഷർമിള ഇങ്ങനെ നടക്കുന്നത്? പഠിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? അതുകൊണ്ട് ഷർമിളക്ക് അങ്ങനെ പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോ. പക്ഷേ ഇവിടെ സ്കൂളിൽ വരണ്ട. പരീക്ഷ എഴുതണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ പരീക്ഷ എഴുതിക്കോ, വീട്ടിലിരുന്ന് പഠിച്ച് എഴുതുക. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സിനിമയുടെ ലൊക്കേഷനിലും അവിടെ ഇവിടെയൊക്കെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഷർമിളയും പഠിക്കൂല, മറ്റുള്ളവരെയും പഠിപ്പിക്കൂല. അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു സാർ. ചങ്കിങ്ങനെ കിടക്കണടാന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു, സാറേ സോറി സാറേ ഇനി ഞാൻ പോകത്തില്ല, പരീക്ഷ അത് ഇനി ഞാൻ പോവില്ല സാറേ എന്നൊക്കെ ഞാൻ കുറേ കാല് പിടിച്ചോളൂ സാറിനോട് പറഞ്ഞു. സാറോട് നടക്കില്ല, നമ്മളെ പാരൻസിനെ ഇപ്പോൾ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു, അച്ഛനോ അമ്മയോ ആരെങ്കിലും വരണം എന്ന് പറഞ്ഞു. അപ്പം നിവർത്തിയില്ലല്ലോ. അപ്പോൾ അന്ന് അമ്മയും ജോലിക്ക് പോയിരിക്കുന്നു, അച്ഛൻ ജോലിക്ക് പോയിരിക്കുന്നു, ആരുമില്ല. വേഗം അച്ഛനെ വിളിച്ചു, അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയ സമയത്ത് അച്ഛൻ വന്നു. അച്ഛൻ പെയിൻറ്റിങ് കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് പണിക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ സ്കൂളിലേക്ക് ഓടി വന്നു, കാലത്ത് തന്നെ വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകൾ ഇങ്ങനെ പോയി, അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടാണ്, പരീക്ഷ എഴുതിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. ഇനി പരീക്ഷ എഴുതിക്കാനല്ല, ഇവിടെ ക്ലാസ്സിൽ തുടരാനായിട്ട് ബുദ്ധിമുട്ടാണ്, വീട്ടിലിരുന്ന് പഠിക്കുക, പരീക്ഷ എഴുതുക, അതേ ഇനി സാധിക്കുള്ളൂ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ കാല് പിടിച്ച പോലെ ഒരുപാട് പറഞ്ഞു സാറിനോട്, സാറേ ഇനി എൻ്റെ മോളെ ലാസ്റ്റ് സമയത്ത് എൻ്റെ മോളെ ഇങ്ങനെ കൈവിടരുത് സാറേ,
അവൾ പഠിച്ചോളും, ഇനി ഒരു തെറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, അവളിനി ഒരിക്കലും പോകത്തില്ല, ഒരിക്കലും നല്ല സോറി, ഇനി അവൾ പരീക്ഷ കഴിയാതെ എവിടേക്കും പോകത്തില്ല, സാറ് കനിയണം, കരുണ കാണിക്കണം എന്നുള്ള രീതിക്ക് ഒരുപാട് അച്ഛൻ കാൽ പിടിച്ചോലെ പറഞ്ഞിട്ടും സാറ് സമ്മതിച്ചില്ല, ഒട്ടും സമ്മതിച്ചില്ല, നടക്കില്ല എന്നുള്ള നടക്കില്ല. അങ്ങനെ ആയിരുന്നു സാറിൻ്റെ ഒരു രീതി, അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് പറഞ്ഞിട്ട് അതായത് ഒരു അച്ഛൻ്റെ ഒരു വിഷമം പോലും മനസ്സിലാക്കാതെ അദ്ദേഹം അങ്ങനെ വളരെ രൂക്ഷമായിട്ട് പെരുമാറി. പക്ഷെ ആ സമയത്ത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നു, ഇപ്പോൾ ബാഗ് എടുത്തുകൊണ്ട് പാടിയെന്ന് പറഞ്ഞു. ബാഗ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ആ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ തന്നെ അച്ഛൻ നിന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ഈ സാറിൻ്റെ മുന്നിൽ വന്ന് നിന്നോളണം, എന്നിട്ട് നീ ഇനി ഒരിടത്തേക്കും പോയാൽ ഇനി എവിടേക്ക് വേണമെങ്കിലും പോക്കോ, അത് കഴിഞ്ഞ് പരീക്ഷ കഴിയാതെ അല്ല മാർക്ക് വാങ്ങാതെ ഒരിടത്തേക്കും പോകാമെന്ന് നീ വിചാരിക്കേണ്ട, അതുകൊണ്ട് ഇപ്പോഴേ അത് മനസ്സിലിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ കൂടെ ഞാൻ സ്കൂൾ വിട്ടിറങ്ങുന്നത്. അതൊരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു വിഷമത്തിനിടയാക്കി. കാരണം പിന്നെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ആ സമയത്ത് നഷ്ടപ്പെട്ടു. അത് ഈ ഒരു സീരിയൽ കൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും ഒന്ന് കരുണ എന്നോട് കാണിക്കാമായിരുന്നു സാറിന്, സാർ ചെയ്തില്ല. കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുവന്നിട്ട് SPS എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററുണ്ട് കോമ്പാറയിൽ. എൻ്റെ വീട് അടിവാരത്താണ്. അപ്പോൾ അവിടെ കോമ്പാറയിൽ SPS ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് അച്ഛൻ എന്നെ ചേർത്തു. അതുവരേക്കും വലിയ ട്യൂഷൻസൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനെ അങ്ങ് പഠിച്ചു പോകുന്നൊരു രീതിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് സാർ കാര്യം പറയുന്നതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാറിനെ അവിടെ കൊണ്ട് ചേർത്തു. എനിക്ക് പരമാവധി അവരെനിക്ക് ശ്രീകാന്ത് സാറായിരുന്നു എന്നെ പഠിപ്പിച്ച സാറ്. ഞാൻ സാറിൻ്റെ പേരൊന്നും മറക്കത്തില്ല കേട്ടോ, ശ്രീകാന്ത്. അപ്പോൾ ആ സാറ് എനിക്ക് ബാലൻസ് സ്കൂളിൽ എടുക്കേണ്ട ബാലൻസ് പോർഷൻസ് എല്ലാം തന്നെ എടുത്തു തന്നു. നന്നായിട്ട് എന്നെ പഠിപ്പിച്ചു. ഞാൻ നന്നായിട്ട് പഠിച്ചു. വേറെ എങ്ങും പോകാതെ തന്നെ ഞാൻ ഒരു 2 മാസം ശരിക്കും ഞാൻ നന്നായിട്ട് പ്രയത്നിച്ച് പഠിച്ചു, എക്സാം എഴുതി. അപ്പോൾ ഇതിലും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മ അവിടുത്തെ ടീച്ചറെന്ന് പ്യൂണായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു, ദൈവമേ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള പേടി. കാരണം അമ്മയുടെ അനിയത്തിൻ്റെ മോളല്ലേ, അപ്പം ഞാൻ തോറ്റുപോകുമോ വല്ലാത്ത പേടി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ അമ്മയുടെ മാനവും എനിക്ക് കാക്കണ്ടേ, എൻ്റെ വലിയമ്മയുടെ മാനവും എനിക്ക് കാക്കണമല്ലോ. എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കും എനിക്ക് പാലിക്കണം. അങ്ങനെ ഞാൻ ആ സമയത്ത് നന്നായിട്ട് പഠിച്ചു, എക്സാം എഴുതി, നല്ല മാർക്ക് മേടിച്ചു. ഞാൻ 75% മുകളിൽ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. നല്ല മാർക്ക് മേടിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അച്ഛനോട് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുള്ള വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റി, എൻ്റെ വലിയമ്മയുടെ മാനം കാക്കാൻ പറ്റി. അതിനുശേഷം എന്താ പറയുക, അത് കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ലൈനിൽ നിൽക്കുമായിരുന്നു വാങ്ങാനായിട്ട്. അപ്പോൾ സാർ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ഹൈറ്റല്ലേ, എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും ഈ സാറിനെ കാണാൻ പറ്റും, നല്ല ഹൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ സാർ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നപ്പോഴേക്കും ഞാൻ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങി നിന്നു സാറെ എന്നെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടപ്പോഴത്തേക്കും സാറിൻ്റെ നടത്തം അങ്ങ് സ്ലോ ചെയ്തപ്പോഴേക്കും ഞാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഗുഡ് മോർണിംഗ് സർ എന്ന് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സാർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ആ ഒരു മൊമെൻറ്റ് ഞാനൊരു ലൈഫിൽ എത്ര വർഷം കഴിഞ്ഞാലും എത്ര പ്രായമായാലും ഞാൻ മറക്കാത്ത ഒരു മൊമെൻ്റാണ്. എനിക്കതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. എൻ്റെ വല്യമ്മയ്ക്കാണ് അതിലും വലിയ സന്തോഷം കേട്ടോ. കാരണം ഞാൻ തോറ്റൊന്നും പോയില്ല, നല്ല മാർക്ക് മേടിച്ച് പാസ്സായില്ലോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രൗഡ് മൊമെൻ്റാണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറക്കത്തില്ല ആ ഒരു മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ഫീൽഡിനെ പറ്റിയിട്ടാട്ടോ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പറയാതെ എൻ്റെ ഈ ഒരു സ്റ്റോറി പൂർത്തിയാവില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് തന്നെ ഞാനത് പറയാൻ കാരണം. പിന്നീട് അവിടെ നിന്നാണ് എൻ്റെ ജേണി ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ സെറ്റിലെ കാര്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും, കാരണം ഓരോരോ സൗഹൃദങ്ങളും ഓരോ കണക്ഷൻസും നമുക്ക് ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും കിട്ടും. അപ്പോൾ ഓരോ സെറ്റിൽ നിന്നും ഓരോ സെറ്റിലേക്കാണ് നമ്മൾ പറഞ്ഞ് പോകുന്നത്. നമുക്ക് ഇങ്ങനെയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഡൽ, ആ സമയത്ത് മോഡലോ ഒന്നുമില്ല കേട്ടോ, സാധാരണ പോലൊരു ആർട്ടിസ്റ്റ്, നമ്മൾ എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിൽ നിന്നാണ് ഞാനൊന്ന് പിടിച്ച് കയറി വന്നത്. ആദ്യമൊന്നും നമ്മളെ ആർക്കും അറിയില്ല ഇങ്ങനെയൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അങ്ങൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്നാണ് പിന്നീട് എൻ്റെ ജേണി ശരിക്കും മാറാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ സെറ്റിൽ പോയി, കാരണം നന്നായിട്ട് അത്യാവശ്യം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യ TV-യിൽ അയ്യപ്പനും വാവരും എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദേവിയുടെ
കഥാപാത്രമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നൊരു കഥാപാത്രമാണ് കേട്ടോ. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. കിരീടമൊക്കെ വെച്ച് കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഇത്രയും മുടിയൊക്കെ ആയിട്ട്. അന്നത്തെ കോസ്റ്റ്യൂം എൻ്റെ അമ്മയുടെ വയലറ്റ് കളർ പട്ടുസാരി ആയിരുന്നു. ആ വയലറ്റ് കളർ നല്ല രസമുള്ള പട്ടുസാരി. ആ ഒരു പട്ടുസാരി കൊണ്ടാണ്, കാരണം പരമാവധി നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൊക്കേഷനിൽ കാര്യങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് അവനവൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പോയത് എൻ്റെ അമ്മയുടെ ഒരു വയലറ്റ് കളർ പട്ടുസാരിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് പോയി 2-3 എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ പെർഫോം ചെയ്തു. അതിൻ്റെ പേരിൽ 22 എപ്പിസോഡ് എനിക്ക് ആ ഒരു സീരിയലിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ പരമാവധി ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഞാൻ തന്നെ, അത് ഒരേ കോസ്റ്റ്യൂം, ഒരേ രീതിയിൽ ഒരേ കോസ്റ്റ്യൂമിലായിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ടിട്ട് എന്നെ തിരിച്ചറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അതും എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ കഴിഞ്ഞിട്ടാണ് ഞാൻ മലബാർ വെഡിങ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി പാലക്കാട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പാലക്കാടിൽ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു, മോള് അയ്യപ്പനും ബാബരും എന്ന് പറഞ്ഞ സീരിയലിലെ ദേവിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ചേച്ചി ഞാനാണ് എന്ന് പറഞ്ഞു. നന്നായിട്ട് കേട്ടോ, നല്ല ഐശ്വര്യമുള്ള മുഖമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ പറയാൻ കാരണം ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നു. അതായത് നമ്മളൊരു 4 പേര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം ആ സമയത്ത് ഭയങ്കരമായിരുന്നു. ഒരു ന്യൂ കമർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള കുറേ പ്രൗഡ് മൊമെൻ്റായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സോമശേഖരൻ സാറ് വഴിയായിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഫീൽഡിലേക്ക് കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഓരോരോ സെറ്റിൽ നിന്നിട്ട് ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാം. അതൊരു ലൈറ്റ് ബോയ്സ് അടക്കം, ക്യാമറ, അല്ലെങ്കിൽ ഫുഡിൻ്റെ ടീംസ്, അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ക്യാമറ, ലൈറ്റ് ബോയ്സ്, അങ്ങനെ നമുക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ചിരിക്കാനും കളിക്കാനും ഒരുപാട് സമയങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് പലരെയും പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പോൾ മേക്കപ്പ് മാൻ, നമ്മൾ കൂടുതൽ സമയം മേക്കപ്പ് ഇടാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ അതേ ഇന്നൊരു വർക്കുണ്ട്, മോൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോരോ വർക്കിലേക്ക് നമുക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏതൊക്കെയാണ് വർക്കുകൾ ചെയ്തതെന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തെടുത്ത് ഞാൻ പറയണില്ല കേട്ടോ. ശരിക്കും ഇങ്ങനെയായിരുന്നു ശരിക്കും എൻ്റെ സ്റ്റാർട്ടിങ്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം സോമശേഖരൻ സാറാണ്. അതിലുപരി എൻ്റെ അനീതിയാണ്. അവളാണ് എനിക്ക് ഒരു എന്താ പറയുക ഒരു പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് സഹായിച്ചതും അവൾ തന്നെയാണ് കേട്ടോ. അതൊരു സന്തോഷമാണ്. പിന്നെ ആ സമയത്ത് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ എല്ലാം നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂലല്ലോ. എന്നാൽ പോലും എന്താ പറയുക, അയ്യോ കിട്ടുന്നില്ല പറയാനായിട്ട്. ഈ ഒരു ഫീൽഡിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത 2-3 പേരുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രേംകുമാർ കോട്ടക്കൽ, ഒന്ന് സജി സാരംഗധർ. പിന്നെ അതാണ് മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2 പേര്. പിന്നെ ഞാൻ ഉദയേട്ടൻ, അതായത് വാട്ടർമാൻ ഉദയ് ശങ്കരൻ. ഞാൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് സുന്ദരി എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെയൊക്കെ ഡയറക്ടറാണ് ഉദയേട്ടൻ. അങ്ങനെ പക്ഷേ ആദ്യം പറഞ്ഞ 2 പേരുകളും എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ മറക്കില്ല, എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല. പറയാൻ കാരണം പ്രേമേട്ടൻ എന്ന് പറയുന്നത് മലപ്പുറത്തുകാരനാണ്. അവിടെ ഏത് വർക്കിൽ വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ വർക്കിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടപ്പോൾ തന്നെ എന്നോട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തത് പ്രേമേട്ടൻ ഇപ്പോഴും ഈ ഫീൽഡിലുണ്ട്. കലാസംവിധായകനാണ് പ്രേമേട്ടൻ. ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പരസ്യങ്ങളും സിനിമകളും ഒക്കെ ചെയ്യുന്ന ആളാണ് പ്രേമേട്ടൻ. അപ്പോൾ പക്ഷേ കൂടുതൽ ഒന്ന് പരിചയപ്പെടാനും നല്ല സൗഹൃദത്തിലാവാനും കാരണം പ്രേമേട്ടൻ്റെ ഒരു പെങ്ങളുടെ പേര്, 2 പെങ്ങന്മാരാണുള്ളത്, അതിലൊരു പെങ്ങളുടെ പേര് ഷർമിള എന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തത് കേട്ടോ. ശരിക്കും നല്ലൊരു കുറേ നാൾ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, മീൻസ് നമ്മുടെ ഈ ലോക്കൽ ചാനൽസൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഓരോരോ ഡിസ്ട്രിക്റ്റിലെയും ലോക്കൽ ചാനൽസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചിലതിനൊന്നും പേര് പോലും കിട്ടണില്ല കേട്ടോ. കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏറെക്കുറെയൊക്കെ എനിക്ക് പ്രേമേട്ടൻ എനിക്ക് തന്നിട്ടുള്ള വർക്കുകളാണ്. കാരണം പ്രേമേട്ടൻ്റെ സൗഹൃദത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന വർക്ക് ചെയ്യാനായിട്ടൊരു മോഡലിന് ആവശ്യമുണ്ട്, ഒരു കുട്ടീന് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ
എനിക്ക് ഇന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഇന്ന മോഡലുണ്ട് ഷർമിള, അപ്പോൾ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് എനിക്കുള്ള റെമ്യൂണറേഷനും പറഞ്ഞുറപ്പിച്ച് കൃത്യമായിട്ട് നമ്മളെ സേഫായിട്ട് ലൊക്കേഷനിലേക്ക് എത്തിക്കുകയും കൃത്യമായി എനിക്ക് തരാനുള്ള റെമ്യൂണറേഷൻ വാങ്ങി തരികയും നമ്മളെ സേഫായിട്ട് വീട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് പ്രേമേട്ടനാണ്, പ്രേംകുമാർ കോട്ടയ്ക്കൽ. ചേട്ടൻ ഞാൻ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെയാണ് സജി സാരംഗധർ. ഞാൻ ഈ ഫീൽഡിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ തന്നെ നമുക്ക് പലവർക്കും പല ഡയറക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യും. കുറേ എന്താ പറയുക, പോർട്ട്ഫോളിയോ അങ്ങനെയാണ് പറയുക. കാരണം ഒരുപാട് ഫോട്ടോസ് എടുക്കുക, പല പല ആംഗിളിൽ നിന്നും പല പല ഇതിലൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുക. എനിക്കറിയില്ലായിരുന്നു പോർട്ട്ഫോളിയോ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിലും സജിച്ചേട്ടനെ പരിചയപ്പെടുമ്പോഴാണ് നിനക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം, മിനിമം 10,000 രൂപയെങ്കിലും അതിന് ചിലവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ദൈവമേ, അപ്പോൾ എന്നെ സംബന്ധിച്ച് 10,000 രൂപ വളരെ വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടല്ലോ സജിച്ചേട്ടാ ഇത് എങ്ങനെയാണ് ചെയ്യണം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സമയത്ത് 18-19 വയസ്സുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ സമയത്ത് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖലയായതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ സജിച്ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഒരു അപ്കമ്മിങ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടല്ലേ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സജിച്ചേട്ടൻ്റെ സ്വന്തം സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എനിക്ക് പക്ഷേ ഒരുപാട് ചിലവുകളില്ലാതെ ഒരു മേക്കപ്പ് മാനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ നമുക്ക് ചിലവ് ഒന്നുമില്ലാതെ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് മേക്കപ്പ് മാന് കൊടുക്കേണ്ട ക്യാഷ് ഒന്നും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ബാക്കി കോസ്റ്റ്യൂമൊക്കെ നിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവുകളില്ലാതെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കലൂരുള്ള ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് എൻ്റെ പോർട്ട്ഫോളിയോ എടുക്കുന്നത്. അന്ന് പോർട്ട്ഫോളിയോയിൽ എങ്ങനെ നിൽക്കണം ഒന്നുപോലും നമുക്ക് അറിഞ്ഞൂടാ. ഒരു മോഡൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരുന്ന ഒരു ടൈമിലാണ് ഞാനത് പറയുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് ടൈമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മോഡലിങ്ങിൽ പോസ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓരോന്നും ചേട്ടൻ കാണിച്ചു തരും എനിക്കിതാ, അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ നിൽക്കുകയാണ് ചെയ്യണം. അപ്പം പക്ഷേ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ ടക്ക് ഫോട്ടോസ് എടുത്ത് പോകണമെങ്കിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇരിക്കും നോക്കി. ഞാൻ ഇരുന്നുകൊണ്ടായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ആ ഒരു പൊസിഷനിലൊക്കെ ഇങ്ങനെ നിന്ന് പെട്ടപ്പെട്ടേ നമുക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു. സഹിച്ചേട്ടൻ ഒരു സഹോദരിയെ പോലെ തന്നെ കണ്ടിട്ട് കുറേ സഹിച്ച് ക്ഷമിച്ചും എനിക്ക് മോനെ ഇന്നതുപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സഹിച്ചേട്ടാ എനിക്ക് അറിയാൻ പാടില്ല സഹിച്ചേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് സഹിച്ചേട്ടൻ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് മാഗസിൻസ് എടുത്തു നോക്കി ഈ പോസ് ഇതുപോലുള്ള രീതിയിലൊക്കെ നീ പോസ് ചെയ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ പോസ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് സഹിച്ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ചേട്ടന് വേഗം ചെയ്ത് തുടങ്ങാൻ പറ്റിയത്. അതുവരേക്കും കുറേ ലാഗായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. അത് കഴിഞ്ഞിങ്ങനെ ഞാൻ വേഗം ഫോട്ടോസ് ആ പോസൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ അതുമാതിരി പോസ് ചെയ്യാൻ തുടങ്ങി. ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെ വേണം, മിടുക്കി ഇങ്ങനെ വേണം, കുറച്ചുകൂടി വേഗം കണ്ടിട്ട് പെട്ടെന്ന് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കോസ്റ്റ്യൂം നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഫുൾ മോർണിംഗ് ടു ഈവനിങ് ഒരു പോർട്ട്ഫോളിയോ എടുത്ത് തീർത്തു. ഒരുപാട് ഫോട്ടോസ് ചറവറാന്ന് എനിക്ക് ചേട്ടൻ കുറേ എടുത്തു തന്നിട്ടോ. അങ്ങനെയുള്ള ഫോട്ടോസ് ഞാൻ എൻ്റെ മെമ്മറീസിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള മെമ്മറീസ് കൊണ്ട് ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അതിൻ്റെ ഏറ്റവും അടിയിൽ കൊടുക്കുന്ന സജി സാരംഗധർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോസാണ് അതെല്ലാം. അന്നാണ് ഞാൻ പോസ് ചെയ്യാൻ പഠിച്ചത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതുവരേക്കും ഒരു മോഡൽ എന്നുള്ള രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. കാരണം ആൽബംസ് ചെയ്യുന്നു, സീരിയൽസ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു മോഡൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊന്നും എനിക്ക് ആ സമയത്താണ്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചത് സജിച്ചേട്ടനായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞാൽ സജിച്ചേട്ടനെ ഞാൻ മറക്കത്തില്ല എന്ന് പറയേണ്ട കാരണം. അപ്പോൾ സജിച്ചേട്ടൻ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു മോഡൽ എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് എന്താ പറയുക നമ്മളെ ഒന്ന് മോഡൽ എന്നുള്ള രീതിയിലേക്ക് ആക്കിയെടുത്തത് സജിച്ചേട്ടനാണ്. അതുവരേക്കും നമുക്ക് പ്രേമേട്ടൻ ഒരുപാട് നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു മോഡൽ എന്നുള്ള രീതിയിലേക്ക് സജിച്ചേട്ടൻ എനിക്ക് കുറേ പോസുകളും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ വനിതയുടെ കവർ ഫോട്ടോസും കല്യാൺ സിൽക്സും ഒക്കെ ഞാൻ ചെയ്യുന്നത്. കല്യാൺ സിൽക്സിൻ്റെ ഫോട്ടോസ് ചെയ്യുന്നത് അനീഷ് ഉപാസനയാണ്. അനീഷേട്ടൻ മാറ്റ്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഡയറക്ടറാണ്. ഇപ്പോൾ അന്ന് ചേട്ടൻ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് അനീഷ് ഉപാസന, ഇന്നിപ്പോൾ ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് സജിച്ചേട്ടൻ വഴിയിട്ടാണ് പ്രേമേട്ടൻ വഴിയാണ് എനിക്ക് കല്യാൺ സിൽക്സിലേക്ക് ഒരു അവസരം വന്നത് കേട്ടോ. പ്രേമേട്ടൻ പറഞ്ഞിട്ടാണ് എന്താ പറയുക അനീഷേട്ടൻ വഴി എന്നെ അറിയുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ്
എനിക്ക് എൻ്റെ കയ്യിലില്ല, പക്ഷെ ആ സമയത്ത് തന്നെ ഡെമോ കാണിച്ചത്. കാരണം കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു വമ്പൻ ഒരു ഒരു പരസ്യ ചിത്രത്തിൻ്റെ മോഡലാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തായതാണെന്ന് പോലും അറിയാൻ പാടില്ല ആ സമയത്ത്. പക്ഷേ ആ സമയം എനിക്ക് പ്രേമേട്ടനാണ് എനിക്ക് അങ്ങനെ ഒരു നല്ല നല്ല ബോൾഡായിട്ട് നിൽക്കണം, ബോൾഡായിട്ടുള്ളൊരു മോഡലായിരിക്കണം നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡെമോ ചെയ്യാനായിട്ട് പോകുന്നത്. ഡെമോ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് പിന്നെ നമ്മൾ തീരുമാനിക്കുന്ന കുറച്ച് മോഡൽസിനെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അന്ന് കല്യാണരാമൻ സാറിനെ കൊണ്ടുപോയി കാണിക്കണം. അവർ തീരുമാനിക്കും ഏത് മോഡൽ വേണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഡെമോ ചെയ്തതും അനീഷേട്ടൻ തന്നെ ഡെമോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കല്യാൺ സാറിനെ കാണിച്ചപ്പോൾ അതിൽ വേറെ മോഡൽ ധന്യാമേരി വർഗീസായിരുന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അനീഷേട്ടൻ പറഞ്ഞത്, എടി പെണ്ണെ എൻ്റെ ഫോട്ടോസ് കല്യാണരാമൻ സാറിന് കാണിച്ചപ്പോൾ ഇത് ഏതാ ബോളിവുഡ് മോഡലാണോ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ടാ അതിന് പറഞ്ഞു ഇത് ഏതാണ് ബോളിവുഡ് മോഡലാണോ എന്ന് ചോദിച്ചു. പേര് അവർ അല്ല, ഇത് മലയാളി മോഡൽ തന്നെയാണ്, എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അനീഷേട്ടൻ പരിചയപ്പെടുത്തിയത്. എനിക്ക് ഭയങ്കര അവർ നിന്നെ ബോളിവുഡാണോ എന്നൊക്കെയാണ് നിന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ എനിക്ക് ഒറിജിനലായിട്ട് കല്യാണത്തിൻ്റെ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ളൊരു ലുക്ക് ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടായിരിക്കണം. അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് കല്യാണത്തിൻ്റെ വീഡിയോയ്ക്ക് ഫോട്ടോസിന് വേണ്ടിയിട്ട് പോസ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഓരോ കാലഘട്ടം എന്നല്ല, ഓരോ ദിവസങ്ങളും നമ്മുടെ കഴിഞ്ഞു പോകുന്നത് തന്നെ നല്ല നല്ല ഒരുപാട് വർക്കുകളിലൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ആദ്യമൊക്കെ നമ്മളൊരു വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗഫൂർ കാ ദോസ് പറഞ്ഞിട്ടും കിടുന്നില്ല ആ സിനിമ, അല്ല സോറി, അതൊരു ടെലിഫിലിമായിരുന്നു. അതിൻ്റെ അകത്ത് മമുക്കോയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതിനകത്തൊരു വേഷം ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് വളരെ നിസ്സാരമായിട്ടൊരു വേഷമൊക്കെയാണ് സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്തിരിക്കുന്നത്. അന്നത്തെ റെമ്യൂണറേഷൻ ആ സമയത്ത് സ്റ്റാർട്ടിങ് ടൈമിൽ 500 രൂപയായിരുന്നു. അതുവരെ എനിക്ക് വളരെ വലുതായിട്ടുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നതല്ല എന്നല്ല പറയുന്നത്, അന്ന് എനിക്ക് ഭയങ്കര വലിയൊരു തുകയായിരുന്നു 500 രൂപ എന്നൊക്കെ പറയുന്നത്. അതിലുപരി മാമുക്കോയ സാറിനെ പോലെ ഒരാളോടൊപ്പം ആക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സന്തോഷമായിരുന്നു. അതേപോലെ ഫ്രാൻസിസ് ആലുക്കാസ്, അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. മീൻസ് മെയിൻ മോഡൽ ഞാനായിരുന്നില്ല, അതിനകത്ത് ഇന്നസെൻ്റ് അങ്കിളായിരുന്നു. അതിനകത്ത് ഇന്നസെൻ്റ് അങ്കിളും സുഹാസി ആയിരുന്നു എന്ന് തോന്നുന്നു. മലബാർ ഗോൾഡിൻ്റെ മോഡൽ സുഹാസി ആയിരുന്നു. ഇവരായിരുന്നു മെയിൻ. ഞാൻ എന്താ പറയുക സുഹാസിയോടൊക്കെ മെയിൻ മോഡലിൻ്റെ കൂടെ ഉണ്ടാവുന്ന ആർട്ടിസ്റ്റുകളായിട്ട് ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സ്പ്രിങ് ടൈമിലൊക്കെ കിടന്നിട്ട് ഇത്രയേ ഉള്ളൂ മുടി, ഇങ്ങനെ സ്പ്രിങ് ആയിട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് റെമ്യൂണറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ആ സമയത്ത് നോക്കുന്നത്. സമയത്ത് ഇന്നസെൻ്റ് അങ്കിളിനെ പോലുള്ള വലിയൊരു ആർട്ടിസ്റ്റിനോടൊപ്പം നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഫ്രാൻസിസ് ആലുക്കാസ് പോലുള്ള വമ്പൻ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡലിങ് അല്ലെങ്കിൽ ഒരു മോഡലാകുന്നത് അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയിരുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ പിന്നെ ഓരോരോ എന്താ പറയുക ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഓരോന്നും ചെയ്ത് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ അതിന് കല്യാൺ സിൽക്സൊക്കെ ചെയ്യുന്നതിന് ഒത്തിരി മുമ്പാട്ടോ ഫ്രാൻസിസ് ആലുക്കാസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെ കൂടെയും ചെയ്ത് വരുന്ന കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് പുതിയ നല്ല നല്ല വർക്കുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടത്തേ ഉള്ളൂ, അതൊരിക്കലും കീപ്പോട്ടല്ല പോകുന്നത്. പിന്നെ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മോഡലിംഗ് ഫീൽഡിൽ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആൾ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ അസംബ്ലിക്ക് നിൽക്കുമ്പോഴും ഏറ്റവും ബാക്കിൽ നല്ല പൊരി വെയിലത്ത് ബാക്കിൽ, അത് ചെറുപ്രായം തുടങ്ങി അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ക്ലാസ്സിലെയും ഹൈറ്റ് കൂടിയ ആൾ ഞാനായിരുന്നു. അതേപോലെ എന്താ പറയുക ബെഞ്ചിൽ ഇങ്ങനെ ഒരു ഹൈറ്റൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ ഓർഡറിലൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും മൂലക്കായിരുന്നു എപ്പോഴും എൻ്റെ സ്ഥാനം. ബാക്ക് ബെഞ്ചിൽ അല്ലെങ്കിൽ ഓരോരോ പീരീഡ് റൊട്ടേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ സൈഡിലൊക്കെ ആയിട്ടാണ് എൻ്റെ സ്ഥാനം. അന്നൊക്കെ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഇത്ര ഹൈറ്റ് തന്നത്. പക്ഷേ ഈ ഹൈറ്റ് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ചെറിയ പ്രായത്തിലെ തന്നെ ഈ മരത്തേലും കഴക്കോലൊക്കെ തൂങ്ങി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്രയും ഹൈറ്റ്. അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ തൂങ്ങിക്കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കുന്നുള്ളതൊന്നും. പക്ഷെ അന്നൊക്കെ അച്ഛനമ്മമാർ പറഞ്ഞു ഇങ്ങനെ തൂങ്ങല്ലേ മോളെ എന്ന് പറഞ്ഞാലും നമ്മളതൊക്കെ ഒരു കുട്ടികളെയായിട്ട് ഈ കുരങ്ങിനെ പോലെ ഓരോരോ മരം ചാടി കിടക്കുന്ന സമയത്ത്
തൂങ്ങി 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 ഉണ്ടാക്കിയതാണ് കുറേ ഹൈറ്റൊക്കെ. പിന്നെ ഓൾമോസ്റ്റ് അച്ഛനും അമ്മയ്ക്ക് ഹൈറ്റ് ഉണ്ട്, സ്വാഭാവികമായിട്ട് നമുക്ക് ഹൈറ്റ് വരും. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പം ഞങ്ങൾ 3 സിസ്റ്റേഴ്സിലും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും നിന്നാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ്. അപ്പോൾ എന്നോട് എന്നെ ഈ എന്താ പറയുക തോട്ടിയാണോ എന്നൊക്കെ ചോദിച്ച്, ഇത്രയും തോട്ടിക്കോല് കമ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരേ എന്താ പറയുക തോട്ടിക്കോലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളൊരു പേര്. അപ്പോൾ ആ സമയത്ത് പേര് അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് കുറേ അനുഗ്രഹമായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ മോഡലിംഗ് ആണ്. ഒരിക്കലും ഒരു പരസ്യങ്ങൾക്ക് പോയിട്ട് എനിക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടേ ഇല്ല. അതിലൊരു അനുഭവം പറയാനുള്ളത്, ഹൈ ഇതും തോന്നുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് ഇതുപോലെ മെഹറാജ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നത് ഞാനായിരുന്നില്ല മെയിൻ മോഡൽ, ഞാനും വരദയും പിന്നെ ഒരു മുംബൈ മോഡൽ വരണം. അത് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. വരദയെ എനിക്കറിയാം, കാരണം സീരിയലും അല്ലെങ്കിൽ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു വരദ ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ മോഡൽ എന്ന് പറയുന്നത് വരദയായിരുന്നു. അപ്പം ഞങ്ങൾ 3 മോഡലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ എന്താ പറയുക പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ 3 മോഡലാണ്, ഇന്ന പോലെയൊക്കെയാണ്, ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകണത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വന്നു മേക്കപ്പ് ചെയ്യാനിരിക്കുന്ന സമയമാണ് കേട്ടോ. എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം കോസ്റ്റ്യൂമർ വന്നിട്ട് എനിക്ക് വേഗം കോസ്റ്റ്യൂം തരുന്നു. ആ സമയം എൻ്റെ മുംബൈ മോഡൽ ഇരിക്കുന്നുണ്ട്, വരദ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേഗം കോസ്റ്റ്യൂം തരികയാണ്. കാരണം ഓൾറെഡി നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കും കേട്ടോ. നേരത്തെ എടുത്തിട്ടാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇതിന് മുമ്പ് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പഴയ വീഡിയോയിലാന്ന് തോന്നുന്നു, ചേച്ചിക്കൊക്കെ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ എങ്ങനെയാണ്, ചേച്ചിക്ക് തരുമോ അതോ തിരിച്ചെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് തരത്തില്ല കേട്ടോ, നമ്മൾ തിരിച്ചെടുക്കും. പിന്നെ ഓരോ ഇന്ന ഒരു ടെക്സ്റ്റൈലിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മളൊരു മോഡലൊക്കെ ഉള്ളൂ എങ്കിൽ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് അതിൽ നിന്ന് എടുത്തോളാൻ പറയും. നമ്മുടെ റെമ്യൂണറേഷനേക്കാൾ അതിനുപരിയായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോളാൻ പറയും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല വർക്കുകൾ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ വസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഗിഫ്റ്റായിട്ട് തരും. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് തരും. അല്ല ഒരെണ്ണം. അപ്പോൾ ആ സമയത്ത് മെഹറാജിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് വരദയുണ്ട്, മോഡലും ഉണ്ട്. അപ്പം മുംബൈ മോഡലുണ്ട്. അപ്പോൾ എനിക്ക് വേഗം കോസ്റ്റ്യൂം തരുന്നത്. അപ്പോൾ എനിക്ക് കാര്യം പിടിയിട്ടില്ല. ഷർമിള പെട്ടെന്ന് വരും, ഇതാണ് കേട്ടോ ആദ്യത്തെ കോസ്റ്റ്യൂം, പെട്ടെന്ന് വരും മേക്കപ്പിനോട് പറയണം പെട്ടെന്ന് മേക്കപ്പ് തീർക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞൂടാ, വേഗം എന്നോട് ഡ്രസ്സ് ചെയ്ത് വരാൻ പറയുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നു. എൻ്റെ എന്താ പറയുക ഫോട്ടോസും വിഷ്വൽസൊക്കെ ആദ്യം തന്നെ അങ്ങ് എടുക്കുകയാണ്, ഷോട്ടുകളൊക്കെ ആദ്യം തന്നെ എടുക്കുകയാണ്. അപ്പം കാര്യം എനിക്ക് പിടിയിട്ടില്ല. സത്യത്തിൽ ആദ്യം എനിക്ക് പിടിയിട്ടില്ല, വരദയ്ക്ക് പിടികിട്ടി. കാരണം വരദയായിരുന്നു മെയിൻ മോഡൽ. സംഭവം വരദയ്ക്ക് പിടികിട്ടി. വന്ന സമയത്ത് ഞങ്ങൾ 3 മോഡൽസും നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന സമയമുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ വന്ന ദിവസം. അതിനുശേഷം എനിക്ക് ഡ്രസ്സൊക്കെ തന്ന് എൻ്റെ വീഡിയോസൊക്കെ ഷോട്ടുകളൊക്കെ എടുക്കാൻ തുടങ്ങിയോടുകൂടി വരദ പിന്നെ എന്നോട് സംസാരിക്കാതായിട്ടോ. വരദയുടെ മുഖമൊക്കെ വല്ലാതെയായി, ഭയങ്കര മെഹറാജ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വരദയുടെ മുഖത്ത് ചിരിയോ സന്തോഷമോ ഇല്ലാതെയാണ് വരദ ഇത് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ മോഡൽ എന്നെ ആക്കിയിട്ടാണ് അവരെടുത്തത്. ബിക്കോസ് എൻ്റെ ഒന്ന് ഹൈറ്റ്, പിന്നെ എന്താ പറയുക ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലത്തെ, അത് മീൻസ് അധികം വണ്ണമില്ലാത്ത ഒരു ശരീരപ്രകൃതി കൊണ്ട്, ഒരു മോഡലിന് വേണ്ടിയിട്ടുള്ള ഒരു ശരീരപ്രകൃതി എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ആ സമയത്ത് അതെനിക്ക് ലാസ്റ്റാണ് എന്നോട് പറയുന്നത്. ഈ മെഹറാജ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റൈലിൻ്റെ ഉടമയ്ക്ക് എന്നെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഷർമിളയെ ഞങ്ങൾ മെയിൻ മോഡലാക്കിയിട്ട് ചെയ്തത്. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് വരദേനെയായിരുന്നു. പക്ഷേ അതിൻ്റെ ടെക്സ്റ്റൈലിൻ്റെ ഉടമയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഷർമിളയാണ്. അതുകൊണ്ടാണ് മെയിൻ മോഡലായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റ് കൊണ്ടും എൻ്റെ ഈ ഫിഗർ കൊണ്ടും, കാരണം വണ്ണം വയ്ക്കത്തില്ല, പഴങ്കഞ്ഞി കുടിച്ച് മടുത്തിട്ടുണ്ട് വണ്ണം വയ്ക്കാൻ വേണ്ടി. കാരണം ഈ 10th പഠിക്കുമ്പോൾ വണ്ണം വയ്ക്കാൻ വേണ്ടി കഴിച്ചിരുന്നത് ഡെയിലി അമ്മ തന്നുകൊണ്ടിരുന്നത് പഴങ്കഞ്ഞിയാണ് രാവിലെ. വേറെ ഉണ്ടാക്കാൻ ഗതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വണ്ണം വയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. ഞങ്ങൾ 3 പേരും രാവിലെ കഴിക്കുന്നത് പഴങ്കഞ്ഞിയാണ്. വേപ്പട്ടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഇങ്ങനെ കോല് പോലെ ഇരിക്കുന്നതല്ലാതെ വേറെ യാതൊരു കാരണങ്ങളും ഈ പഴങ്കഞ്ഞി കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഉണ്ടായിട്ടില്ല വലിയ കാര്യം. ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ണം വെക്കാതിരുന്നതിലും എൻ്റെ ഹൈറ്റ് കൊണ്ടും ഒക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. വണ്ണമുള്ള
ആൾക്കാരും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആ ഒരു ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് വളരെ സ്ലിം ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് ആ സമയത്ത് നമുക്ക്, ആ സമയത്തല്ല ഇപ്പോഴും വേണ്ട കുറേ ഗുണങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് സാമ്പത്തികമുള്ള ഫാമിലിയൊന്നും ആയിരുന്നില്ല എൻ്റെത്. ഞങ്ങൾ 3 പെൺമക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഫീൽഡല്ല. എൻ്റെ ചേച്ചിക്കും അനിയത്തിക്കും ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം. പക്ഷേ എങ്കിൽ പോലും അനിയത്തി ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് അവൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു സന്തോഷം. അവൾ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസൊക്കെ കിട്ടാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും കാണാനും അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാനും ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ 3 പെൺമക്കളാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആങ്ങളയില്ല. അപ്പോൾ ഞങ്ങൾ 3 പെൺമക്കളും കല്യാണം കഴിഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ആ സമയത്തൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും എനിക്ക് കിട്ടിയത് ഈ ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് അത്യാവശ്യം ഞാൻ കാശുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി എന്താ, വീട് കുറച്ചൊന്ന് സംരക്ഷിക്കാം, ഒരു എന്നെക്കൊണ്ടാവും പോലുള്ള ഒരു സഹായം എൻ്റെ കുടുംബത്തിന് ചെയ്താൽ അത് നന്നായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും നമുക്ക് കിട്ടുന്ന വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നതും ഓരോരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതും അതൊക്കെ തന്നെ. പിന്നീട് ഞാൻ ആ ഫീൽഡ് നന്നായിട്ട് ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അധികാരം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാൽ പോലും എന്നെക്കൊണ്ടാവും പോലുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ നിന്ന് വരുമാനവും കിട്ടി. അതിലുപരി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് മറ്റൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എനിക്ക് നന്നായിട്ട് പണിയാൻ പറ്റി. അതായത് ഹോളോ ബ്ലോക്കൊക്കെ വെച്ച് കെട്ടിയിട്ട് വാർത്തിട്ടുള്ളൊരു വീടായിരുന്നു എൻ്റെത് സ്റ്റാർട്ടിങ് ടൈം. കാരണം അച്ഛനും അമ്മയെക്കൊണ്ടും അവിടം വരെ എത്തിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ ചിലവുകൾ, കുടുംബ ചിലവുകളെല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കല്യാണം ആ സമയത്ത്, ചേച്ചിയുടെ 19 വയസ്സിലായിരുന്നു ചേച്ചിയുടെ കല്യാണം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ 10th പഠിക്കുമ്പോൾ കേട്ടോ, ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് 10th പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ സമയത്തും ഒക്കെ അച്ഛനമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട്, അപ്പോൾ എനിക്കും 19ാമത്തെ വയസ്സ് മുതൽ കല്യാണം വരുന്നതാണ്. അതായത് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കല്യാണാലോചനകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 19 വയസ്സിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫീൽഡായിട്ട് മുന്നോട്ട് പോയി. എനിക്ക് 21 വയസ്സ് വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം പണം എനിക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. വീട് തേച്ചെടുക്കാൻ പറ്റി. ജനലിന് എന്താ പറയുക, ജനലിന് പാളികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വീട്ടിൽ. അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ആ സമയത്ത് അവരെ കൊണ്ട് അതേ സാധിക്കുമായിരുന്നുള്ളൂ. ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ പെൺമക്കൾ കിടക്കുന്ന മുറിയൊക്കെ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ജനൽ പുറത്തുനിന്നോ അകത്തുനിന്നോ നമുക്ക് തുറക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ നല്ല കട്ടിയുള്ള എന്തോ ഒരു ഇതാണ്, ബേസ് ബോർഡല്ല, അങ്ങനെ എന്തൊക്കെ വെച്ച് അച്ഛൻ ടൈറ്റാക്കിയൊക്കെ വെക്കുമായിരുന്നു ഞങ്ങൾ പെൺമക്കളുടെ റൂമുകളൊക്കെ. അങ്ങനെ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട് തേച്ചു, ടൈലിട്ടു, നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു, ജനൽ പാളികൾ വെച്ചു. അങ്ങനെ എൻ്റെ ആ വീട് എനിക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലാവും വിധം എനിക്ക് ഭംഗിയാക്കാൻ പറ്റി. അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നില്ല, കോമൺ ആയിട്ട് പുറത്താണ് ഒരേ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ വീടിന്. പക്ഷെ എന്താ പറയുക, 2 റൂമുകൾക്ക് അറ്റാച്ച്ഡ് എടുക്കാൻ പറ്റി. ഒരു കോമൺ ടോയ്ലറ്റ് വീടിൻ്റെ ഉള്ളിൽ തന്നെ കോമൺ ടോയ്ലറ്റ് എടുക്കാൻ പറ്റി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട് പണിയുന്ന സമയത്ത് ഞാൻ തന്നെ പോയിട്ട് ടൈല് സെലക്ട് ചെയ്യും, പെയിൻറ്റ് ചെയ്തടിക്കണം എന്ന് വെച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എങ്ങനെയൊക്കെ ചെയ്യണം, ഓരോരോ ടോയ്ലറ്റിലും ഏത് ടൈപ്പിലുള്ള മീൻസ് ക്ലോസറ്റ് വെക്കണം, വാഷ് ബേസിൻ ഏതാണ്, വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനുള്ള മിറർ ഏത് വേണം, ഒക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ എന്നെക്കൊണ്ടാവും വിധം, അതായത് ഒരു മകൻ്റെ കടമ എന്നതുപോലെ ഞാൻ എൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തത് എന്നെ സംബന്ധിച്ച് എനിക്കത് എന്താ പറയുക, അതിലും വലിയ പ്രൗഡാണ്. എന്നെ സംബന്ധിച്ച് അത് ചെയ്യാൻ എന്നെക്കൊണ്ടായല്ലോ. കാരണം ഞങ്ങൾ 3 പേരും ഈ ടൈലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ പറ്റുള്ളായിരുന്നു ആ സമയത്ത് അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടുമൊക്കെ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പ്രതലത്തിൽ ചവിട്ടിയിട്ടാകുമ്പോൾ നടക്കണം. നമ്മുടെ കിച്ചണും എല്ലാ സ്ഥലവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയാലും എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ തണുപ്പത്ത് അങ്ങനെയൊക്കെ കിടക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന ക്യാഷൊക്കെ, പിന്നെ ഞങ്ങളുടെ കുറച്ച് ഗോൾഡൊക്കെ പണയത്തിൽ വെച്ചിട്ടുണ്ടാകും, അതെല്ലാം ഞാൻ എടുപ്പിച്ചു. വീട് പണിതു എന്നല്ല, വീട് മെയിൻ്റെനൻസ് ചെയ്തു.
നമ്മളെ കൊണ്ടാവും വിധം, എന്നെ കൊണ്ടാവും വിധം ഞാൻ എൻ്റെ വീടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെന്നും എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഒരു മകൻ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ എൻ്റെ കല്യാണത്തിൻ്റെ 6 മാസം മുമ്പായിരുന്നു അനിയത്തിൻ്റെ മാരേജ് നടന്നത്. ഇൻ്റർ കാസ്റ്റ് മാരേജാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, വേഗം നടത്തണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയതാണ്. അവളുടെ വിവാഹ നിശ്ചയം എനിക്ക് നടത്താൻ പറ്റി. കാരണം ആ സമയത്ത് എനിക്ക് നടത്താൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. പാലക്കാട് ഒരു അൻപു വാസൽ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിലായിരുന്നു ഞാൻ ആ സമയത്ത്. ഞാനും അമ്മയും, വീട്ടിൽ അച്ഛനുണ്ടായിരുന്നു, ബാക്കി എല്ലാവരെയും വെച്ചിട്ട് ഞാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. ക്രിസ്ത്യൻ രീതിയിലേക്കുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നടത്താൻ പറ്റി. അത് ഞാൻ ജോലി ചെയ്തിട്ടുള്ള പണം കൊണ്ട് അത് നടത്തി. സന്തോഷമുണ്ട്. അവളുടെ കല്യാണം എന്നാലാവും വിധമുള്ള എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഞാൻ മാത്രമല്ല എല്ലാവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും എന്നാലാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ എനിക്കും കൊടുത്തിട്ട് അവളുടെ കല്യാണവും വളരെ ഭംഗിയാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു സഹോദരി എന്ന നിലയിൽ ഒരു സഹോദരനെ പോലെ നിന്നിട്ട് എന്നെക്കൊണ്ടാവും വിധം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഈ ഫീൽഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് മാത്രമാണ് കേട്ടോ. പിന്നീടാണ് നമുക്കിങ്ങനെ ഒരു മാരേജ് പ്രപ്പോസലും കാര്യങ്ങളും വരുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിവാഹ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ, ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അങ്ങനെ പക്ക ലവ് മാരേജ് ഒന്നുമല്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, സംസാരിച്ചു, അത് വിവാഹത്തിലേക്ക് എത്തി, അങ്ങനെയാണ്. അല്ലാണ്ട് കുറേ നാളിങ്ങനെ പ്രേമിച്ച് നടക്കുക അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾ വളരെ മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടു, ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചു, പരസ്പരം എല്ലാവരും ഒക്കെയായിട്ട് സംസാരിച്ചു, വീട് കണ്ടു, അത് കണ്ടപ്പോഴേക്കും ഓക്കെയാണ്. അങ്ങനെ കല്യാണം നടന്നു. അപ്പോൾ ആ ഒരു ഏകദേശം കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നാളൊന്ന് പ്രണയിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പോഴും പ്രണയിക്കുന്നു, അങ്ങനെയുള്ളൂ. അല്ലാതെ പക്ക ലവ് മാരേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫീൽഡിന് എന്താ പറയുക, കല്യാണത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് ബ്രേക്ക് ആവുന്നത്. അത് ആ ഒരു ഫീൽഡിലേക്ക് വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് തന്നെ കേട്ടോ പോണേ. 14 വർഷമായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷകരമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതിൽ ഞാൻ സന്തോഷവതിയാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ശരിക്കും സങ്കടം വന്നിട്ട് ഞാൻ കരഞ്ഞാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെടണ്ട കേട്ടോ, കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായിരിക്കും, ഞാൻ വീണ്ടും എടുത്തിട്ട് ആ വീഡിയോ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറയുന്നത് ശരിക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് സന്തോഷമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല ലവ്ലി ആൻഡ് വളരെ കെയറിങ് ആയിട്ടുള്ള ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം. പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വില്ലൻ ലുക്കൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര പാവമാണ്. മാടപ്രാവിൻ്റെ ഹൃദയമാണ്, പാവമാണ് ആൾക്ക്. ഇച്ചിരി ദേഷ്യക്കാരനാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, പാവമാണ് ആൾ. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വികൃതിയൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ഫാമിലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊന്നും ഉള്ളൂ. പിന്നെ സ്നേഹമുള്ള 2 മക്കൾ. അതുകൊണ്ട് നമ്മൾ സ്വസ്ഥതയും സമാധാനത്തോടു കൂടി നമ്മളങ്ങനെ പോകുന്ന ഒരു ലൈഫാണ് എൻ്റേത്. സോ എന്താ പറയുക, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലാണ് എന്താ പറയുക, ഡിഗ്രിക്ക് ഞാൻ BCom ആണ് എടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യൂൻ ബ്രദേഴ്സ് കോളേജ്, ആലുവയിലെ ക്യൂൻ ബ്രദേഴ്സ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഞാൻ വർക്കൊക്കെ ചെയ്യുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ പ്രിൻസിപ്പൽ വർഗീസ് സാറിനോടും പ്രസാദ് സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ എൻ്റെ ഒരു പ്രൊഫഷൻ ഇങ്ങനെയാണ്, സോ എനിക്ക് എപ്പോഴും ക്ലാസ്സിൽ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സാർ. അപ്പോൾ അവർ പറഞ്ഞു പിന്നെന്താ ഒരു സിനിമാന്തിരി ഞങ്ങളുടെ കോളേജിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്മിഷൻ എടുത്തു. നമ്മൾ കോളേജിലെ ക്ലാസ്സുകൾ തുടങ്ങി, കോളേജിൽ പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ബ്രേക്ക് ആവും. പലവട്ട സാറിന് ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കോളേജിൽ വന്നപ്പോൾ അവിടെയും നമുക്ക് അടുത്ത വിനയാണ് വരുമ്പോൾ പ്രസാദ് സാറും വർഗീസ് സാറും എന്തുണ്ടെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികളോടും സംസാരിക്കുക കേട്ടോ. അത് അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിളായിരുന്നു അവർ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷർമിള, ഒന്നില്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ അഭിനയം, ഇതിലേത് വേണം നിനക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു എന്താ സാറേ അങ്ങനെ ഇപ്പോൾ പറയണേ എന്നൊക്കെ ഞാൻ, അതല്ല ഇങ്ങനെ നീ ആബ്സെൻ്റ് ആയാൽ എന്ത് ചെയ്യും?
പഠിക്കണ്ടേ, പഠിക്കേണ്ട പ്രായമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് തീരുമാനിക്കാം എന്ത് വേണം, ഒന്നില്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ അഭിനയം, ഏത് വേണമെന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവമേ അവിടെ ഞാൻ പെട്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സാറോട് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു, സാറേ BCom 1.5 കൊല്ലം പഠിച്ചോട്ടാ ഞാൻ, 1.5 വർഷത്തോളം പഠിച്ചു. 3 വർഷമാണല്ലോ ഡിഗ്രി, നമുക്ക് 1.5 വർഷമായി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വിന വരുന്നത്. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, സാറേ പഠനം നമുക്ക് ഇനിയും പഠിക്കാം, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാലും പഠിക്കാം, പക്ഷേ ഈ ഫീൽഡ് എനിക്ക് കുറച്ച് നാളെ കിട്ടത്തുള്ളൂ സാറേ, എപ്പോഴാണത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് നാളല്ലേ സാറേ, ഞാനിപ്പോൾ ഒന്നും ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നേ ഉള്ളൂ സാറേ, അതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് ഏതോ സാർ. അപ്പം കൊള്ളാലോ നീ എന്നുള്ളൊരിതിൽ ഞാൻ പറഞ്ഞു, സാറേ അത്രേ കിട്ടുള്ളൂ, പഠിക്കാൻ നമുക്ക് ഏത് പ്രായത്തിൽ നമുക്ക് പഠിക്കാമല്ലോ സാറേ, അഭിനയം നമുക്കങ്ങനെ കിട്ടൂല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനകത്ത് പോകട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോഴും ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സാറും നീയാൾ കൊള്ളാലോ എന്നുള്ള രീതിക്കാണ് സാറന്മാരുടെ നോട്ടം. എന്നാലും ഞാൻ ബൈജു സാറിൻ്റെ മുന്നിൽ പേടിച്ചതുപോലെ ഇവരുടെ അടുത്ത് ഞാൻ പേടിച്ചില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി ആയില്ലോ, ഫീൽഡ് എന്താണെന്നോ നമുക്ക് അതിൽ നിന്ന് വരുന്ന വരുമാനമോ അല്ലെങ്കിൽ നമ്മൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമുക്ക് വരുമ്പോഴത്തേക്കും അതിനുള്ളിൽ മയങ്ങിപ്പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ തീരുമാനം ശരിയായിരുന്നു ആ സമയത്ത്. എനിക്കത് പിന്നീടാണ് മനസ്സിലായിട്ട്. അന്ന് എനിക്ക് ഈ ആക്ടിങ്ങിനോടുള്ള അഭിനിവേശം കൊണ്ടാണ്, അല്ലെങ്കിൽ മോഡലിംഗ് ഇതിൽ ചെയ്യണം എന്നുള്ളൊരു അഭിനിവേശം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഞാനെടുത്ത തീരുമാനം കറക്റ്റായിരുന്നു എന്നുള്ളത് മാരേജ് ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പിടിയിട്ടത് ശരിയായിരുന്നു ഞാനെടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്കായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാളുകൂടി ചെയ്തു. 2011 ജനുവരിയിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. 2015 ജനുവരി 16 എൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നു. ആ സമയത്ത് എൻ്റെ വിവാഹം നടക്കുമ്പോൾ 2010 ഡിസംബർ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ചെയ്തത് ഉദയൻ ശങ്കരൻ സാറിൻ്റെ കൂടെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ആൽബമാണ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനെടുത്ത തീരുമാനം അത് കറക്റ്റായിരുന്നു. എനിക്ക് സന്തോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് ആ കോളേജിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ ആ കോളേജിൽ പോയില്ല കുറച്ച് നാളത്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതേ അടക്കണം. പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയി. മോന് 9 months ഉള്ളപ്പോഴാണ് വീണ്ടും ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, നീ BCom തന്നെ ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ആ അക്കൗണ്ട്സും അല്ലെങ്കിൽ അക്കൗണ്ടൻസിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറേ ടച്ചൊക്കെ വിട്ടുപോയതെന്ന് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല ഇനി അത് പഠിക്കാൻ. നമ്മുടെ കുറേ കോൺസെൻട്രേഷനൊക്കെ അങ്ങോട്ട് പോയി, കുറേ ഗ്യാപ്പ് വന്നു, ടച്ച് വിട്ടു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിവേ എന്തെങ്കിലും ഡിഗ്രി നമുക്ക് വേണം എന്ന് വെച്ചിട്ട് ഞാൻ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് വീണ്ടും മോന് 9 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ഇതേ കോളേജിൽ തന്നെ നമ്മൾ പോവുകയാണ്. എന്താ പറയുക, കിൻ മദേഴ്സ് കോളേജിൽ തന്നെ പോയി. അവർ ആഹാ നീ തിരിച്ചെത്തിയല്ലേ എന്ന് വെച്ചു സാറ്. ഞാൻ പറഞ്ഞു, സാർ വന്നു സാർ, ഞാൻ എന്തായി നിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ, ചിലതൊക്കെ ഞങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ മാരേജ് കഴിഞ്ഞു, ഇപ്പോൾ എനിക്കൊരു മോനുണ്ട്, മോൻ 9 മാസം പ്രായമായിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു സാറേ. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, നല്ല തീരുമാനം എന്ന് പറഞ്ഞാണ് നമ്മൾ വീണ്ടും ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ 3 വർഷം ഞാൻ അവിടെ പഠിച്ചു, വീണ്ടും പഠിച്ചു. പഴയ അധ്യാപകരുടെ അടുത്ത് ഞാൻ വീണ്ടും പഠിച്ചു. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ വീണ്ടും എനിക്ക് MA ചെയ്യണമെന്നുണ്ടായിരുന്നു, അതൊന്നും ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഫീൽഡിലേക്ക് വരുന്നതും അതിൻ്റെ ഇടയിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒന്നുമല്ല, എന്നാലും ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് എന്തെങ്കിലും പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരിക്കലും എന്നെ നിങ്ങൾ മാതൃകയാക്കരുത്, ഒരിക്കലും മാതൃകയാക്കരുത്. എന്താ പറയുക, അതിൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പഠിച്ച് ജോലി നേടണമെന്നോ ഏത് കരിയർ നമുക്ക് തിരഞ്ഞെടുക്കണമെന്നോ എവിടെ എത്തണമെന്നോ നമ്മളൊരു ചിന്ത നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തിട്ട് മാത്രമേ മാരേജ് ചെയ്യാൻ പാടുള്ളൂ. അത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉപദേശം, ചെറിയൊരു അഡ്വൈസായിട്ട് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ മനസ്സിലാവുക. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അത് ചെയ്തിരിക്കണം. മാരേജ് എന്ന് പറയുന്നത് ലൈഫിൽ വലിയ പ്രധാനമുള്ള കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പ്രായത്തിലുള്ള പെൺപിള്ളേർ ചിലപ്പോൾ കല്യാണം കഴിക്കാതെയും ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കല്യാണം വേണ്ട എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. കാരണം ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ അതുവരേക്കും ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. നല്ലൊരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ ആദ്യം നമുക്ക് പറ്റണം.
അതല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിലാണ് നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് മാരേജ് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ ഒരു ലൈഫിൽ ചെറിയ അനുഭവം കൊണ്ടിട്ട് നമ്മൾ പറയണം എന്ന് കരുതി നമ്മൾ ആകെ ലൈഫിൽ ആകെ ഒന്നുമില്ലാതെ ആയിന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല ഉയരങ്ങളിലെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാവണം, ഇന്നതാകണം. അത് കഴിഞ്ഞിട്ട് മാരേജിന് സ്ഥാനമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ ഇച്ചിരി നീണ്ടുപോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നാലും എഡിറ്റ് ചെയ്യണ സമയം കുറച്ച് കട്ട് ചെയ്ത് മാറ്റും. എന്നാൽ പോലും ഇത്രേ ഉള്ളൂ കേട്ടോ. കുറേ പേര് ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഇത് വീഡിയോയുടെ അവസാനം വന്നിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു. കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, താല്പര്യമുള്ളവർ കാണുക എന്നുള്ളത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.